അകത്ത് നോക്ക്, ഞാൻ അവിടുണ്ട്. ഉടനെ തന്നെ ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചു. പോലീസുകാരൻ ചെന്ന് ജയിലിൽ നോക്കുമ്പോ അതാ ജയിലിന്റെ അകത്ത് ഉമർ ഖാലി നിൽക്കുകയാണ്. വെള്ളിയങ്കോട്ട പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ച ഉമർ ഖാലി, ഇവിടെ നിൽക്കുന്ന ഉമർ ഖാലി അവിടെ നിന്ന ചരിത്രമുണ്ട്. ഇതിൽ ഇസ്ലാമിന് പ്രാമാണികമായ ചരിത്രമുണ്ട്. ഔസുല്ലാദമിന്റെ ജീവിതം നോക്കിയാ ബഹജ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഒരേ സമയത്ത് മുഹയ്യിദ്ദീൻ ശൈഖ് രണ്ടാളായ സംഭവം ബഹജ തുടങ്ങിയ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മുഹയ്യിദ്ദീൻ മാലയിൽ ബൈത്തായി ചൊല്ലിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ സമയം വൈകി പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കാൻ ഏറ്റവും വലിയ മരുന്ന് സലാത്താണ്. ആ ഉമർ ഖാലി സലാത്തിന്റെ മുഹിബ്ബായിരുന്നു. ആ സലാത്ത് ചൊല്ലിയ ഉമർ ഖാലി അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞതാണ്, യാ അക്റമൽ ഖുറമാ അലാ ഇതാബികു ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാബികു يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. അവിടുത്തെ റൗളയുടെ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞല്ലോ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ബൈത്ത് ചൊല്ലിയപ്പോ ഫഅഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറകത്തുൽ മുഅല്ലമ ഫതഖബ്ബല ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ثم غابت يده صلى الله عليه وسلم. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളയുടെ അകത്തുനിന്ന് കൈ കാണിച്ചു കൊടുത്തല്ലോ. നബി തങ്ങളുടെ കൈ ചുംബിച്ചല്ലോ. റിഫായി ശൈഖിന് കാണിച്ച മുഅ്ജിസത്താണത്. അല്ലാഹുവിന്റെ റസൂല് കയ്യങ്ങ് കാണിച്ചു റൗളയുടെ അകത്തുനിന്ന്. അങ്ങനത്തെ വലിയ സംഭവങ്ങളുണ്ട്. അവരൊക്കെ സലാത്ത് കൊണ്ട് നേടിയതാണത്. സലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആഖിറമാകണം. ആഖിറം വെച്ചാ ദുനിയാവും കിട്ടും. തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫറജു ബിഹിൽ ഖുറബു വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം. സലാത്തുന്നാരിയത്തിന്റെ അർത്ഥം പഠിക്കണം നമ്മള്. സലാത്ത് കൊണ്ട് നേടാവുന്ന കാര്യമാ പറഞ്ഞു വെച്ചത്. തൻഹല്ലു ബിഹിൽ ഉഖദു, പ്രതിസന്ധികൾ മറികടക്കും ഏത് കാര്യവും. ഞാനിവിടെ വന്നു മലകറിന്റെ അകത്ത് കയറിയപ്പോ ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഫാറൂഖ് അൽ ബുഖാരി പ്രസോട്ട് തങ്ങള് റബ്ബറല്ലാഹു മർക്കദഹു വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ആ തൊട്ടടുത്ത റൂമിൽ ഇരുന്നിട്ട് ഒരാൾക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയാണ്. എത്രയോ ആളുകൾ അവിടെ മന്ത്രിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദ്, ഈ സലാത്ത് വാപ്പ ഇവിടെ സ്ഥാപിക്കുമ്പോ വാപ്പാട് ആഗ്രഹം പണപ്പിരിവ് നടത്തലല്ല, ഇതൊരു കമ്പോളവൽക്കരണമല്ല, ഇതൊരു ബിസിനസ്സല്ല. ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന, പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന, ഇജാബത്തുള്ള മജ്ലിസാകുന്ന സലാത്താവണ്. ഇവിടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, എത്രയോ വർഷമായി കല്യാണം കഴിച്ചിട്ട് ഗർഭമില്ലാത്ത പെണ്ണാണ്. ഇവിടുന്ന് സലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചതിന്റെ പേരില് ആ പെണ്ണിന് ഗർഭമുണ്ടായി. സലാത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ വിശ്വാസമല്ല. ഞാൻ ഈ കമ്മീഷന്റെ മെമ്പർ ജഡ്ജായി 8 കൊല്ലം ഇരുന്ന് ഒരു ദിവസം തിരുവനന്തപുരത്തുനിന്ന് ആലങ്കോട്ടേക്ക് എത്തിയത് എന്റെ കാറ്. അവിടെ വണ്ടി സ്റ്റോപ്പായി, എല്ലാം റോഡ് ബ്ലോക്കാ. കാറിൽ അന്ന് ലൈറ്റും കൊടിയൊക്കെ ഉള്ള കാറായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. ഒരു പർദ്ദ ധരിച്ച പെണ്ണ് എന്റെ കാറിന്റെ അരികിലേക്ക് വന്നു. അപ്പൊ സാധാരണ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്തെങ്കിലും വലിയ പോക്കറ്റിൽ വല്ല ചോദിക്കാത്തൊരു വേഗം 10 റുപ്യ എടുത്ത് പർദ്ദയ്ക്ക് വെച്ചു എണ്ണയല്ലേ കൊടുത്തുകളെ ഒഴിവാക്കാം. ഉസ്താദെ, ഞാൻ കൈ നീട്ടാൻ വന്നതല്ല. പിന്നെ എന്റെ കുട്ടിക്ക് പനി തുടങ്ങിയിട്ട് 10 മാസമായി, നിൽക്കണില്ല. ഞാൻ ആശുപത്രിയിൽ പോയി വരിക. ഉസ്താദിനെ കാറിൽ കണ്ടപ്പോ ഏത് ഉസ്താദാണെന്ന് എനിക്കറിയില്ല. തലക്കെട്ടൊക്കെ കെട്ടിയിട്ടാലോ ഇരിക്കുന്നത്. ഉസ്താദ് എന്റെ കുട്ടിനെ ഒന്ന് മന്ത്രിച്ചു തരണോന്ന്. സ്റ്റേറ്റ് കാറിലായിരിക്കുന്നത്. DGPയുടെയും മുകളിൽ ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ പദവിയിലിരിക്കുന്ന ഞാൻ നടുറോട്ടിൽ വെച്ച് ഒരു കുട്ടിയുടെ തലയില് പട്ടാപ്പകല് മന്ത്രിക്കുന്നത് ഇന്ത്യൻ ക്രിമിനൽ ആക്ടില് ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷെ ചെറിയൊരു വിഷമം ഉണ്ടാവും. അങ്ങനത്തെ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന മന്ത്രിക്കുക എന്ന് പറഞ്ഞ ആളുകൾ കാണുവോ. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ അടുത്തേക്ക് വരൂ, ആ കുട്ടീനെ അടുത്താക്കാൻ പറഞ്ഞു.
ആ കുട്ടിയുടെ കയ്യിൽ തലക്കരി വെച്ചു. സലാത്തു താജും തിബ്ബുൽ ഖുലൂബും സലാത്തുൻ നാരിയത്തും മൂന്നും ചൊല്ലി. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ മുഅ്മിനീൻ അല്ലാഹുമ്മ ഇശ്ഫി. ഒറ്റ ഊത കൊടുത്തു, പോയിക്കോളൂ, ഇനി പനി ഉണ്ടാവില്ല. ഇതങ്ങ് പോയി. അപ്പോഴേ 2 പോലീസുകാർ എന്റെ നേർക്ക് വരുന്നു. പോലീസുകാർ വരുമ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, എന്തോ പുലിവാലുണ്ട്, വരട്ടെ. നീർക്കോലിനെ പേടിച്ചിട്ട് രാജവമ്പാല ഓടേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വരട്ടെ, വരുമ്പോ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ആ പോലീസുകാർ ഹൈവേ പെട്രോളിങ്ങിലുള്ള ഒരു SI-യും ഒരു അഡീഷണൽ SI-യുമാ. അവരെന്റെ അടുത്ത് വന്നിട്ട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, സാർ, ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ സാറിന് വിഷമാവോ? എന്റെ പൂർണ്ണ വിശ്വാസം സാറിനെ പോലത്തെ ഒരാള് പട്ടാപ്പകൽ റോട്ടിലിരുന്ന് ഔദ്യോഗിക കാറിലിരുന്നിട്ട് മന്ത്രവാദം ചെയ്തിട്ട് ജനങ്ങളെ സ്വാധീനിച്ചിട്ട് പിന്നെ എന്തു അങ്ങോട്ടും ഇങ്ങോട്ട് ഡാഷ് 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 വക്കീലന്മാരുടെ ഭാഷയിൽ എന്തു ചെയ്താലോ പോലീസുകാർക്ക്, അവർക്ക് FIR ഉണ്ടാക്കാൻ എന്തു ചെയ്താൽ അധികാരമുണ്ടല്ലോ, അത് പറയാനാവും. പക്ഷേ ഈ പോലീസുകാരൻ പറഞ്ഞ തിരിച്ചാ, സാറിന് വിഷമല്ലെങ്കിൽ ആ കുട്ടിനെ മന്ത്രിച്ച പോലെ ഞങ്ങളിലൊന്ന് മന്ത്രിച്ചു തരണം. ഞങ്ങൾ ഈ ഹൈവേയുടെ തീരത്ത് പണിയെടുക്കുമ്പോ പട്ട പകലുകൾ നിൽക്കുമ്പോൾ കണ്ണിങ്ങനെ അറിയാതെ ഉറങ്ങാ ആരോ ഞങ്ങൾക്ക് കണ്ടുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദുമാര് മന്ത്രിച്ചാല് വലിയ ഇഫക്റ്റീവാണ്, അതുകൊണ്ടൊന്ന് മന്ത്രിച്ചു തരണം പറഞ്ഞു. എന്നാ തൊപ്പി ഊരാൻ പറഞ്ഞു ഞാൻ. തൊപ്പിന്റെ മുകളിൽ ഊതിയിട്ട് കാര്യമില്ല, ആ തൊപ്പിക്കേ പിടിക്കുള്ളൂ, തലയിൽ ഊതണം. തൊപ്പി അയക്കോർ, തൊപ്പി അയച്ചു, മന്ത്രിച്ചു കൊടുത്തു. താങ്ക് യു പറഞ്ഞു. സാറിന് ചായ വല്ലതുമാണോ? ഒന്നും വേണ്ട, കുഴപ്പമുണ്ടാക്കാതെ പോയി തന്നാ തന്നെ വലിയ ഉപകാരമായി. ഞാൻ പറയുന്നത് ഈ മദ്ഹർ എന്ന് പറയുന്ന സ്ഥലം ഞാൻ 28 കൊല്ലം മുമ്പ് ഈ പ്രസോട്ട് മക്കാം ഉറൂസിൽ പ്രസംഗിക്കാൻ വരുമ്പോ മഹാനായ തങ്ങളവർകൾ അന്നവിടെ മുദർരിസാൻ, എത്രയോ കുട്ടികൾക്ക് ദർസ് നടത്തുകയാണ്. ഞാനന്ന് മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്ന് മുത്തവ്വലിനെ പഠിക്കുക 28 കൊല്ലം മുമ്പേ. ഞാനവിടെ പ്രസംഗിക്കാൻ വരുമ്പോ തങ്ങള് എനിക്കിവിടെ താമസിക്കാനെന്ന് ഒരു വീട്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തങ്ങൾ എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോയി. പ്രസംഗം കഴിഞ്ഞ് തങ്ങൾ ഇറങ്ങി വന്ന് അതിന്റെ താഴത്തുള്ള വീട്ടിൽ എന്നെ കിടത്തി ഉറക്കി. ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഒരു മുത്താലിമായ എന്നെ കൊണ്ടുപോയത്. അത്ര ബഹുമാനമുള്ള തങ്ങന്മാരുണ്ടോ? അള്ളാഹുവേ, വലിയ മഹാന്മാരായ സയ്യിദന്മാർ, ആ മഹാന്റെ ഖബർ അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. അവരുടെ ബറക്കത്താണ് ഈ സ്ഥലമൊക്കെ. അന്ന് പണ്ടത്തെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുല്ലുമുളക്കാത്ത സ്ഥലം കിടന്നിരുന്ന ഈ സ്ഥല ഒരു മനുഷ്യങ്ങൾ തിരിഞ്ഞു നോക്കില്ല. ഇവിടെ ഇങ്ങനെ ഒരു മദ്ഹറുൽ അജായിബ് വരുമെന്ന് ലോകത്ത് സ്വപ്നത്തിൽ ഒരാളും ചിന്തിച്ചിട്ടില്ല. തങ്ങളുടെ കറാമത്താണ്, അഹ്ലുബൈത്തിന്റെ ബറക്കത്താണത്. അഹ്ലുബൈത്തിനെ പിടിച്ചവർ, അവരെ പിടിച്ചവർ അല്ലാഹു പരാജയപ്പെടുത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് സഹിക്കലാണ് നമ്മളോട് ഖുർആനിൽ പറഞ്ഞ ഏറ്റൊരു ബാധകം. ഈ ഒരുമിച്ച് കൂടി എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനോടുള്ള മഹബത്ത് കൊണ്ടുവന്നവരാണ്. അല്ലാഹുവേ, ഈ ഇവിടെ ഒരുമിച്ച് കൂടിയ രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാം റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. രോഗികളുടെ രോഗങ്ങളെ ശഫിയാക്കണേ അല്ലാ. മുറാദുകളുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. വിഷമമുള്ളവരുടെ വിഷമങ്ങളെ തീർക്കണേ അല്ലാ. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോക മുസ്ലിങ്ങൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിനും അന്തസ്സിനും യശസ്സിനും വേണ്ടി ആമായി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അന്ത്രുപ്പാപ്പ എപ്പോഴേക്കുമ്പോഴും പടച്ചവനെ ലോക മുസ്ലിങ്ങൾക്ക് നീ ഖൈറ് ചെയ്യല്ലാ. എല്ലാ മുസ്ലിങ്ങളുടെ കാര്യത്തിനും വേണ്ടി ദ്വാരന്നിരുന്ന ഒരു മഹാമനീഷയായിരുന്നു ബഹുമാനപ്പെട്ട അന്ത്രുപ്പാപ്പ. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെയാണ്. ഞാനൊന്ന് ഓർത്തുപോയതാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദുആയിലേക്ക് കടക്കുന്നില്ല. ദുആ ചെയ്യാനും അതിനുവേണ്ട ഉപദേശം നൽകാനും സാദാത്യങ്ങളുടെ ഒരു നിര തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. വന്നപ്പോ വേദനാജനകമായ ഒരു ചെറിയ വിഷമം എന്റെ മനസ്സിൽ ഇവിടുത്തെ ഉസ്താദുമാരും ഇതിന്റെ മാനേജർമാരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ മഹത്തായ സ്ഥാപനം, ബഹുമാനപ്പെട്ട തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത ഈ മഹത്തായ സ്ഥാപനം, അത് മൊത്തം അത് പെയിന്റ് ചെയ്യാതെ, വൈറ്റ് വാഷ് ചെയ്യാതെ വളരെ ഒരു വിഷമകരമായ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു ജോഡി ഡ്രസ്സേ ഉള്ളെങ്കിലും അത് നല്ലോണം തിരുമ്പി തേച്ച് വെളുപ്പിച്ച് നടക്കണം. നമ്മൾ അങ്ങനെയാ വേണ്ടത്. റസൂലുള്ള ഏറ്റവും നല്ല ശുദ്ധിയോടെ നടന്നതാ. അള്ളാഹുവിന്റെ റസൂല് എപ്പോഴും അത്ര സുഗന്ധവസ്തു പൂശൽ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു.
അപ്പോ ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഖിരീൻ, തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഈ സ്ഥാപനം മൊത്തം ഒന്ന് പെയിന്റ് അടിക്കണമെന്ന് ഇതിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തില് ഒരാള് വിചാരിച്ച ഈ സ്ഥാപനം മൊത്തം പെയിന്റ് അടിച്ചു കൊടുക്കാൻ ഒരൊറ്റ ആള് വിചാരിച്ചാൽ നടക്കുന്നവരും അല്ലാഹു കാസർഗോഡ് ജില്ലയിൽ വലിയ ബർക്കത്ത് നൽകിയ ജില്ലേ. 27 കൊല്ലം 28 കൊല്ലമായി ഞാനിവിടെ വാതിൽ വരുന്നുണ്ട്. ഓരോ ഇഞ്ച് ഭൂമിയും എനിക്കറിയാം. അത് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഏറ്റവും അനുഗ്രഹിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. അല്ലാഹു ഇനിയും നിലനിർത്തി ദീനിനും സമൂഹത്തിനും സമുദായത്തിനും ഖൈറായി അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് കഴിവില്ല ഒരാൾക്ക് കഴിയുമെങ്കിൽ ഒരാൾ ഏറ്റെടുത്തോ. 5 ലക്ഷം രൂപയോളം ചെലവ് വരും. അല്ല 10 ആൾക്ക് കൂടിയിട്ടാ കഴിയാമെങ്കിൽ അങ്ങനെ ആവാം. ഒരു 50,000 രൂപ 10 പേരെടുത്താൽ ആ സ്ഥാപനം മൊത്തം നമുക്ക് എത്രയോ കുട്ടികൾ, എത്രയോ മുതഅല്ലിമീങ്ങൾ, അതുപോലെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ, ഹിഫ്ദുൽ ഖുർആനിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ വിവിധ കോളേജ് തസ്തികകളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ സുരക്ഷമായി താമസിക്കാനുള്ള ഈ മൽഹർ എന്ന് പറയുന്ന കെട്ടിടം ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ ഇവിടെ എഴുതിയിട്ട് ഞാൻ പിരിവിലേക്ക് പോകുകയല്ല. ഒരു വ്യക്തി നിങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു സംഖ്യ പറ്റുന്ന എത്രയായാലും വേണ്ടില്ല, ഒരു വാഗ്ദാനമായി പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വാഗ്ദാനമായി പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ ഇവിടെ ഉണ്ട്, ബാക്കിയുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെച്ച തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അനന്തരാവകാശി ഇവിടെയുണ്ട്. ആ പൊന്നു മോന്റെ കയ്യില്, ആ പൊന്ന് തങ്ങളുപ്പാപ്പാടെ കയ്യില് നിങ്ങൾ കൊടുത്താൽ മതി. ബിബർക്കത്ത് റസൂലില്ല. ഈ സ്ഥാപനം പെയിന്റ് അടിക്കാൻ വേണ്ടിയില്ല. ഈ വിഷയത്തിലേക്ക് ഒരു ഹദിയ റസൂലുള്ളാഹിന്റെ സലാത്ത് തുടങ്ങുന്ന ഈ സമയത്ത് ഒരാള് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ എത്രയായാലും വേണ്ടില്ല, എത്ര പറ്റിയെങ്കിൽ അത്ര പറഞ്ഞാൽ മതി, നിങ്ങളുടെ താക്കത്തനുസരിച്ച് പറഞ്ഞാൽ മതി, ഒരാളൊന്ന് അതിന്റെ ഉദ്ഘാടനം ഒന്ന് നിർവഹിച്ച്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ വിഷയം പറഞ്ഞപ്പോ ഞാനൊരു തുടക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ. പിരിവ് എടുക്കാറിയാണ്ടല്ല. തങ്ങന്മാരെവിടെ എത്തിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവരെ എത്തിയിട്ട് പിന്നെ വയലു പറയില്ല. തങ്ങൾ വന്ന ഉടനെ നിർത്തും. അത് അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത. അവരെ അസ്വാസരപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം നമുക്ക് കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഉള്ളത് ബാത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അലി ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇത് പറഞ്ഞപ്പോ, മുഹമ്മദ് ഹാജി 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിന് അവരുടെ കച്ചവട ജോലി ഇടപാടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സലാത്ത് നൽകണേ അല്ലാഹ്. ബിബർക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ സഹോദരൻ ഇപ്പോൾ കൊടുന്നാളല്ലേ മുഹമ്മദ് ഹാജി ഇപ്പൊ ഓൺ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ 5,000 രൂപ, നേരത്തെ അലി ഹാജി 25,000 പറഞ്ഞു, ഇപ്പോൾ മുഹമ്മദ് ഹാജി 5,000 രൂപ ഈ മജ്‌ലിസിലേക്ക് ഈ വിഷയത്തിന് വേണ്ടി തന്നിരിക്കുകയാണ്. അല്ലാഹുവിനെ സ്വീകരിച്ച് കബൂലാക്കണേ അല്ലാഹ്. ഇതൊക്കെ തങ്ങന്മാരി അർത്ഥം ഞാൻ തോരക്കണേ. ഈ സ്ഥാപനമായിട്ട് അവരുടെ മക്കൾ ധാരാളം, നമ്മളൊക്കെയും സഹകരിക്കുന്ന ആൾക്കാരനെ, 100 രൂപ തരുന്നവരും തരാത്തവരും ഒക്കെ, ഈ വന്നവരും വരാത്തവരും ഒക്കെ ഇതിന്റെ അഭ്യുതകാംക്ഷികളാണ്. അള്ളാഹു അവർക്കൊക്കെയും നമുക്കൊക്കെയും ഖൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസും ദീനിന്റെ ഖിദ്മത്തിലെ അള്ളാഹു പ്രദാനം ചെയ്ത് തരുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സലാത്തിലേക്ക് കടക്കാം. ഞാൻ നിർത്താൻ വേണ്ടി പോകുകയാണ്. ഇവിടെ എന്തോ ഒന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇനി സാദാത്യങ്ങളുടെ ദുആയും അവരുടെ സലാത്തും, സാധാരണ നടക്കുന്ന സലാത്തുണ്ട്, അതൊക്കെ വളരെ അക്ഷരാർത്ഥത്തിൽ കേട്ട് അവസാനത്തെ ആമീൻ പറഞ്ഞ് മാക്സിമം നിങ്ങൾ പിരിഞ്ഞു പോകാവൂ എന്ന് വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് അർഹമുർ-റഹീമായ അൽ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ രാജസയ്യിദായ തമ്പുരാനെ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായി ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ വളരെ വിഷമത്തിലാണ്. ചിത്താരി ഉസ്താദിന് സുഖമില്ല, സുലൈമാ ഉസ്താദിന് സുഖമില്ല, ഇവിടെ വന്ന മഞ്ഞനാടി ഉസ്താദ്, നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അടക്കം പല ആളുകൾക്കും ശാരീരികമായി പ്രയാസമുള്ളവരാണ്. അങ്ങനെ നമ്മുടെ AP ഉസ്താദ് 72-73 വയസ്സായിട്ടും രാവും പകലും ഓടി നടക്കുന്നു. കാലിന് നീരാണ്. അത് വകവെക്കാതെ ആരോഗ്യം നോക്കാതെ ഓടുകയാണ്. അല്ലാഹുവേ,
ദീനിന് പ്രവർത്തിക്കുന്ന എല്ലാ ദീനിന്റെ ഖാദിമീങ്ങൾക്കും ഈ ആഖിറു സമാനാണ് അല്ലാഹ് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയും അക്കലും ഈമാനും ഖുവ്വത്തും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉസ്താദുമാര്, എല്ലാ സാദാത്യങ്ങള്, എല്ലാ ശൈഖ് മശായിഖന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ ലോക മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ലോക മുസ്ലിങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയത്തിന്റെ കെമിക്കലിന്റെ വില കുറയുകയാണ്. അല്ലാഹുവേ, അമേരിക്കയും ഇസ്രയേലും ഒത്തുപിടിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കാൻ ക്രൂഡ് ഓയിലിന്റെ വില കുറക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് സംസം ഉറവ് പൊട്ടിയ നാടാണ് സൗദി അറേബ്യ. അല്ലാഹുവേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊണ്ട്, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ നാടുകളിലുള്ള ക്രൂഡ് ഓയിലിന്റെ വില നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അതുവഴിയായി ലോക മുസ്ലിങ്ങൾക്കും മറ്റു മനുഷ്യ സമൂഹത്തിനും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനം ഖിയാമത്ത് 4 വരെ നിലനിർത്തണേ അല്ലാഹ്. ഇതിന് ഭക്ഷണം തരുന്നവർ, ഇതിന് വെള്ളം തരുന്നവർ, ഇതിന് കറണ്ട് ബില്ല് തരുന്നവർ, ഇതിന് കമ്പി സിമന്റ് തന്നവർ, ഇതിന് പെയിന്റ് അടിക്കാൻ തരുന്നവർ, ഇതിനെ സഹായിച്ചവർ, മടങ്ങാതെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാടെ മഖബറ സിയാറത്തിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്നവർ, അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ വെച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി നൽകണേ അല്ലാഹ്. അവരുടെ ഞങ്ങളിൽ സകല പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാനുള്ള തൗഫീഖ് ഈ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആഫിയത്ത് ആരോഗ്യമുള്ള കാലം മുഴുവനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമ നാഫിയാക്കണേ അല്ലാഹ്. ഉഖ്റബിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.